നമസ്കാരം, സജീസ് ഇന്നോവേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഈ വീഡിയോ വേണമെങ്കിൽ ഒരു ഡൗട്ട് ക്ലിയറിംഗ് വീഡിയോ എന്ന് ഞാൻ പറയും. അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നത് ഒരു ഹെയർ ഫൈബറിനെ കുറിച്ചാണ്. അതായത് പുരുഷന്മാർക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷനോ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മറ്റു ട്രീറ്റ്മെൻറ്റ്സിനോ പോകാതെ തന്നെ ഒരു 3 മിനിറ്റ് കൊണ്ട് തലയിലെ ഹെയർ തിന്നിങ്ങും കഷണ്ടിയും എങ്ങനെ ഹൈഡ് ചെയ്യാം, എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ മറച്ചു വയ്ക്കാം, അങ്ങനെ കാണിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ സാധനമാണ് എൻ്റെ തലയിൽ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, നമ്മളൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു യാത്രയിൽ പോകുമ്പോഴത്തേക്ക് കഷണ്ടി കാണിക്കേണ്ട ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രം കേട്ടോ. അതിൽ തന്നെ കുറേ വിമർശനം ഉണ്ടായി, ഇതിനേക്കാളും കഷണ്ടിയും കൊണ്ടു നടക്കുന്നതിൽ നല്ലത്. അപ്പോൾ ഞാനും പറഞ്ഞത് തന്നെയാണ്, ആർക്കെങ്കിലും വേണമെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ തുടക്കത്തിലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ആ വീഡിയോ ചെയ്തത്. പക്ഷേ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്കും കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഇത് വേണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ. എന്തായാലും ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത വളരെ വലിയ റെസ്പോൺസ് എനിക്ക് ആ വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴും ആ വീഡിയോ ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കുറേ അധികം ക്വസ്റ്റ്യൻസ്, പലർക്കും ഇതൊരു പുതിയ അറിവാണെന്ന് തോന്നി എനിക്ക്. കുറേ അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ജെന്യൂൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒരു ചാനലിൻ്റെ സ്വഭാവം അനുസരിച്ച്, അല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് എനിക്കുള്ള സബ്സ്ക്രൈബേഴ്സ് നോക്കുകയാണെങ്കിൽ പുരുഷന്മാരെക്കാളും വളരെ കൂടുതൽ സ്ത്രീകളാണ്. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ സ്ത്രീ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിച്ചു, എന്താ ഞങ്ങൾക്കിത് ഉപയോഗിക്കാൻ പാടില്ലേ, സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് പലരും ചോദിച്ചായിരുന്നു. ഞാൻ പറയുകയാണ്, നിങ്ങൾക്കും വളരെ സേഫായിട്ട് തന്നെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാം. നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഹെയർ കറക്റ്റ് സ്റ്റൈൽ ചെയ്തതിന് ശേഷം മാത്രം ഈ പൗഡർ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കോംബ് ചെയ്തിട്ട് വളരെ സേഫായിട്ട് നിങ്ങൾക്കിത്, വളരെ ധൈര്യമായിട്ട് നിങ്ങൾക്കിത് പുറത്തിറങ്ങി നടക്കാം. തിന്നിങ്ങോ കഷണ്ടിയോ ഒന്നും ആരും കാണില്ല കേട്ടോ. എന്തായാലും ഞാൻ ആ പുരുഷന്മാർക്ക് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നു, എനിക്കൊരു പ്രശ്നമില്ലാതെ ഈ പ്രോഡക്റ്റ് വളരെ സേഫാണെന്ന് തോന്നിയുകൊണ്ട് ആ പുരുഷന്മാർക്കൊന്നും അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കേട്ടോ. അതിൽ കാര്യമാക്കണ്ട. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മറ്റു ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഏറ്റവും കൂടുതൽ പേര് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇത് സേഫാണോ, എത്രമാത്രം സേഫാണ് ചേട്ടൻ്റെ വീഡിയോസ് വിശ്വസിച്ച് ഞങ്ങളിത് വാങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് വാങ്ങിയാൽ കാശ് പോകുമോ എന്ന് ചോദിച്ചവരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇത് വളരെ സേഫാണ്. എത്ര സേഫാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ അനുഭവത്തിൻ്റെ പുറത്താണ് ഞാൻ ആ പ്രോഡക്റ്റ് നിങ്ങളെ കാണിച്ചത്. വളരെ സേഫാണ്, ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ്. എനിക്ക് ഈ പ്രോഡക്റ്റ് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, ഒരു സൈഡ് ഇഫക്റ്റും ഇതുവരെ ഉണ്ടായിട്ടില്ല. എക്സ്ട്രാ ഹെയർ തിന്നിങ്ങോ ഹെയർ ഫോളിങ്ങോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ആ പ്രോഡക്റ്റ് ഞാൻ വളരെ വിശ്വാസത്തോടെ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചത്. ഒരു കാരണവശാലും ഇതൊരു ബ്രാൻഡ് പ്രൊമോഷൻ അല്ല. അങ്ങനെ ചോദിച്ചവരുണ്ട്, ഇത് ബ്രാൻഡ് പ്രൊമോഷനാണോ പ്രോഡക്റ്റ് പ്രൊമോഷനാണോ? അല്ല, എനിക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ചോ അതിൻ്റെ മാനുഫാക്ചറേഴ്സിനെ കുറിച്ചോ ഒരു വിവരം അറിയില്ല. ഞാനൊരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വില കുറഞ്ഞൊരു പ്രോഡക്റ്റ് ആദ്യം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. അത് സേഫാണെന്ന് തോന്നിയിട്ട് പിന്നെ ആ ബ്രാൻഡ് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. അതാണ് അതിന് ശരിക്കുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ. ഇനി ഇതിൽ കെമിക്കൽസ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കെമിക്കൽസ് ഉണ്ടാവും. ഞാൻ അന്ന് തന്നെ പറഞ്ഞു, ഇത് പ്ലാന്റ് ബേസ്ഡ് കെമിക്കൽസ് ആണ്. കോട്ടണോ വൂളോ അങ്ങനെ എന്തെങ്കിലും പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിൽ നിന്ന് എടുക്കുന്ന കെരാറ്റിൻ എന്ന് പറഞ്ഞ ഫൈബറാണ് നമ്മൾ ഹെയർ ഫൈബറായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിലോ നമ്മുടെ സ്കാൽപ്പിലോ ഒരു പ്രശ്നവും ഇത് ഉണ്ടാക്കുന്നില്ല. എനിക്കിതുവരെയും പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. ഇനി ഒരു കാരണവശാലും എൻ്റെ തലയിൽ ഞാൻ കെമിക്കൽ ഉപയോഗിക്കില്ല എന്ന് വാശിയുള്ളവരാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഹെയർ ഫൈബേഴ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കോട്ടൺ ബേസ്ഡ് പ്രോഡക്ട്സ് നോക്കി വാങ്ങിയാൽ മതി കേട്ടോ. ഇനി ഇത് എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചവരുടെ അടുത്ത്, ഞാനിത് ഷോപ്സിലൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല. ഇത് ഓൺലൈൻ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ കയറിയിട്ട് നിങ്ങൾ ഹെയർ ഫൈബർ എന്നോ ഹെയർ തിക്കനിങ് ഫൈബർ എന്നോ സെർച്ച് ചെയ്താൽ കുറേ ബ്രാൻഡ്സ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ബ്രാൻഡ് വാങ്ങാം. ഞാനൊരു ബ്രാൻഡ് വാങ്ങുമ്പോൾ വേറൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. ആ സമയത്തും ട്രൈ ചെയ്യാൻ വേണ്ടി കമ്പാരിറ്റീവ്ലി വില കുറഞ്ഞൊരു ബ്രാൻഡ്, ഈ ഒരു ബ്രാൻഡാണ് ഞാൻ വാങ്ങി. ഞാൻ കാണിച്ചായിരുന്നു, കബോക്കി എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ 2000 രൂപ MRP കണ്ടു. പക്ഷേ 331 രൂപയ്ക്ക് ഇത് കിട്ടിയതാണ്. ഞാൻ വാങ്ങി ഉപയോഗിച്ചു. പക്ഷേ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ കാലം അത് കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയത് കാരണം ആ ബ്രാൻഡ് തന്നെ ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. ഇനി കുറേ പേര് ചോദിച്ച ക്വസ്റ്റ്യൻ, ഇത് ഡെയിലി ഉപയോഗിച്ചാൽ പ്രശ്നമുണ്ടോയെന്നാണ്. ഡെയിലി ഉപയോഗിച്ചാൽ ഒരു പ്രശ്നമില്ല, വളരെ സേഫായിട്ട് തന്നെ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഡെയിലി ഉപയോഗിക്കാറൊന്നുമില്ല. ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതും അത്ര കോമൺ ആയിട്ട് ചെയ്യാറില്ല കേട്ടോ, ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പല ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്സിൽ പല ബ്രാൻഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ശരിക്കും നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികവുമായിട്ട് ചേർന്ന് പോകുന്നതോ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് തോന്നുന്ന ആ പ്രോഡക്ട്സ് വാങ്ങി നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റൻ എന്താ വെച്ചാൽ, ഇത് എത്ര സമയം ലാസ്റ്റ് ചെയ്യുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ റിമൂവ് ചെയ്യുമെന്ന് ചോദിച്ചവരുണ്ട്. ഇനി മഴ പെയ്താൽ ഇത് ഇളകി പോകില്ലെന്ന് ചോദിച്ചവരുണ്ട്. കാറ്റടിച്ചാൽ പോകില്ലെന്ന് ചോദിച്ചവരുണ്ട്. ഹെൽമെറ്റ് വെച്ചാൽ പ്രശ്നമുണ്ടെന്ന് ചോദിച്ചവരുണ്ട്. ഇതിനൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും നമുക്ക് നാച്ചുറൽ ഉള്ള ഹെയറും നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഫൈബറിൻ്റെ പ്രത്യേകത, നമ്മൾ തിൻ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് അവിടെ പോയിട്ട് സ്റ്റിക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു, തിൻ ഹെയറിൽ ഇത് പോയിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഹെയറിൻ്റെ തിക്നെസ് ഇത് കൂട്ടുന്നത്. അപ്പോൾ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന കാരണം തന്നെ ചെറിയൊരു മഴയോ ഒരു കാറ്റോ ഇച്ചിരി വെള്ളം നനഞ്ഞാലോ ഒന്നും ഇത് ഇളകി പോകില്ല.
അത് ഉറപ്പാണ്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നതാണ്. അങ്ങനെ തന്നെ ഇരുന്നോളും. ഇനി ഹെൽമെറ്റ് വെക്കുന്നവരുടെ കാര്യത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു സ്റ്റെയിനിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു ബ്ലാക്ക് കളറേഷൻ ചെറുതായിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെൽമെറ്റിൽ അങ്ങനെ സ്റ്റെയിൻ ആവുമെന്ന് പേടിയുള്ളവർ, ഞാനൊക്കെ ഹെൽമെറ്റ് വെച്ചിട്ട് ഒരുപാട് വണ്ടി ഓടിക്കുന്നതാണ് കേട്ടോ, എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പേടിയുള്ളവർ ഒരു കർച്ചീഫ് എന്തെങ്കിലും തലയിൽ കെട്ടിയതിന് ശേഷം ഹെൽമെറ്റ് വെച്ചാൽ ആ പ്രശ്നം ഒഴിവാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് ചോദിച്ചവരുടെ അടുത്ത്, ഇത് ഷാമ്പൂ കൊണ്ട് വാഷ് ചെയ്താൽ മാത്രമേ ഫുള്ളായിട്ട് പോവുള്ളൂ. അപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കളയുക എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. ഇനി ഇത് ഇട്ട് കിടന്ന് ഉറങ്ങിയാലും പ്രശ്നമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ചെറുതായിട്ട് സ്റ്റെയിൻ നമ്മുടെ തലയണയിലോ തലയണുറയിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനുള്ള മാർഗ്ഗം ചെയ്തതിന് ശേഷം കിടന്നുറങ്ങുക കേട്ടോ. അത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തല്ല് കിട്ടും ഭാര്യയുടെ കയ്യിൽ നിന്നൊക്കെ. ഓക്കെ. ഇനി കുറേ അധികം പേര് ചോദിച്ച ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ, ഇത് താടിയിലും മീശയിലും ഉപയോഗിക്കാവുന്നതാണ്. താടിയിലാണ് അധികം പേര് ചോദിച്ചത്. താടിയിൽ ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ താടിക്ക് നമുക്ക് ഈ പൗഡർ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കിടന്നുകൊണ്ടൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്പ്രേസ് അവൈലബിൾ ആണ്. ഈ പൗഡറിന് തന്നെ സ്പ്രേ അവൈലബിൾ ആണ്. സ്പ്രേ അപ്ലൈ ചെയ്താൽ താടിക്കും ഇത് പ്രശ്നമില്ല തന്നെ ഉപയോഗിക്കാം. അതുപോലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ആവശ്യം കഴിഞ്ഞാൽ. പിന്നെ ഹെയർ ഫൈബേഴ്സ് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപയോഗിക്കാൻ എന്നാൽ ശ്വസിക്കാൻ പാടില്ലാത്തത്, അലർജിക് പ്രശ്നങ്ങളോ ആസ്മ പോലുള്ള പ്രശ്നങ്ങളുള്ളവർ ഇത് ശ്വസിക്കാതിരിക്കാൻ നോക്കുക, അല്ലാതെ ഇത് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പിന്നെ നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്തെന്ന് വെച്ചിട്ട് ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. അത്രയ്ക്കും സേഫ് തന്നെയാണ്. ഇനി ഇത്രയൊക്കെ ചെയ്യുന്നതിൽ നല്ലത് കഷണ്ടി അല്ലേ എന്ന് ചോദിച്ചവരുടെ എനിക്ക് പറയാനുള്ളത്, കഷണ്ടി നല്ലത് തന്നെയാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ കഷണ്ടി ഇഷ്ടപ്പെടാത്ത കുറേ പേരുണ്ട്. അതിൻ്റെ താഴെ തന്നെ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വേറൊരു സെറ്റ് ഓഫ് ആളുകൾക്ക് യൂസ്ഫുൾ ആണെന്നുള്ളത്. സത്യമാണ്. അത് കഷണ്ടി ഹൈഡ് ചെയ്യണം, ഒരു ഫംഗ്ഷൻ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പങ്കെടുക്കണം എന്നുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. ബാക്കിയുള്ളവർ സ്കിപ്പ് ചെയ്തേക്ക്. കാരണം ആ വീഡിയോ ചെയ്യുമ്പോഴേ ഞാൻ പറഞ്ഞു ഇത് കഷണ്ടി മാറ്റണം അല്ലെങ്കിൽ ഇത് ഒഴിവാക്കണം എന്നുള്ളവർ മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കണ്ടാൽ മതി. ഇനി ഞാൻ അതിൻ്റെ കൂടെ കാണിച്ച വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരു ഹെയർ സെറ്റിംഗ് സ്പ്രേ ആയിരുന്നു. അധികം ഞാനത് ആ സാധനം പ്രൊമോട്ട് ചെയ്തിരുന്നില്ല, വല്ലപ്പോഴും വേണമെങ്കിൽ ഉപയോഗിക്കാം. കാരണം ഹെയർ സെറ്റിംഗ് സ്പ്രേസ് ഈ ഫൈബറൊന്നും ഉപയോഗിക്കാത്തവരും സാധാരണ ഹെയർ സെറ്റ് ചെയ്യാം. നമ്മളൊരു ബ്യൂട്ടി പാർലറൊക്കെ പോയാൽ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവർ സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ ഹെയറൊക്കെ ഭംഗിയാക്കി വെച്ച് തരും. അതിന് 1 or 2 പ്രാവശ്യമോ വല്ലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്നാലും ഈ ഹെയർ സെറ്റിംഗ് സ്പ്രേസിൻ്റെ പ്രത്യേകത, മിക്കവാറും എല്ലാ സ്പ്രേസിലും ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടാവും. ഈ ആൽക്കഹോൾ കണ്ടന്റുള്ള സ്പ്രേ നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ പറ്റുകയാണെങ്കിൽ തലയെ വല്ലാണ്ട് ഡ്രൈ ആക്കും, സ്കാൽപ്പിനെ ഡ്രൈ ആക്കും. നമ്മുടെ സ്കാൽപ്പിൽ കുറച്ച് നാച്ചുറൽ ഓയിൽസ് ഉണ്ടാവും. ഈ നാച്ചുറൽ ഓയിൽസിനെ ഫുള്ളായിട്ട് ഇത് റിമൂവ് ചെയ്യുമ്പോൾ സ്കാൽപ്പ് ഡ്രൈ ആയി പോകും. അപ്പോൾ അത്തരം കേസിൽ നമ്മുടെ തലയോട്ടിൽ കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ ടെൻഡൻസി ഉണ്ടാവും. ആ ടെൻഡൻസി കാരണം ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ലോങ് യൂസിന് വളരെ കാലം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സ്പ്രേസ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇതിൻ്റെ ലിങ്ക് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇതും ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഹെയർ സെറ്റിംഗ് സ്പ്രേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഏത് ബ്രാൻഡ് വേണം നിങ്ങൾക്ക് മേടിക്കാം. പിന്നെ ഹെയർ സ്പ്രേ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തലേന്ന് വളരെ അകലെ പിടിച്ചിട്ട് ഈ ഹെയറിൽ മാത്രം എടുത്ത രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പ്രേ ചെയ്തിട്ട് ഒന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കരുത്. ഉപയോഗിക്കുകയാണെങ്കിൽ അന്ന് തന്നെ അത് വാഷ് ചെയ്ത് കളയുകയും വേണം. അതെനിക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. പിന്നെ ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ ലേഡി സബ്സ്ക്രൈബേഴ്സ്, ഞാനോട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ചില സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർ ചോദിച്ചായിരുന്നു സ്ത്രീകൾക്ക് ബ്യൂട്ടി ടിപ്സ് ഒന്നും ഇല്ലയെന്ന്. ഉറപ്പായിട്ടും ആ രംഗത്തേക്കും കൈവയ്ക്കാനുള്ള പരിപാടിയാണ്. എനിക്കറിയാവുന്ന ചെറിയ ചെറിയ ടിപ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. സ്മൃതി രാജേഷ് എന്നൊരു മാഡം പ്രത്യേകിച്ച് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്കുള്ള വീഡിയോ പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞായിരുന്നു 2 സാധനങ്ങളാണ് എൻ്റെ ട്രാവൽ കിറ്റിൽ അന്ന് മിസ്സായിരുന്നത്. ആ രണ്ടാമത്തെ സാധനം നിങ്ങൾ പലരും ആവശ്യപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. എൻ്റെ മീശ നോക്കൂ, ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഒരു സാധനമാണ്. ഉറപ്പായിട്ടും ആ വീഡിയോയും ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഹെയർ ഡൈയോ മറ്റോ കൂടാതെ ഭംഗിയായിട്ട് എങ്ങനെ മീശ കറുപ്പിക്കാം അല്ലെങ്കിൽ താടി എങ്ങനെ കറുപ്പിക്കാം എന്നുള്ളൊരു വീഡിയോ ആയിരിക്കും അത്. അപ്പോൾ ഈ ഒരു വീഡിയോ ശരിക്കും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. ആ വീഡിയോ കാണാതെ ഇത് കാണുന്നവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻഡ് സ്ക്രീനിലും കൊടുത്തിരിക്കാം. അതുവന്ന് കണ്ടു നോക്കുക. പിന്നെ ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്നു, വലിച്ചു നീട്ടി പറയുന്നു പറഞ്ഞ ചില കംപ്ലയിൻറ്റ്സ് ഞാൻ കണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ശരിക്കും ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തി എന്ന് പറയുന്നത് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുറച്ച് നീട്ടി പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ അവിടെ ഉൾപ്പെടുത്തിയെങ്കിൽ ആ വീഡിയോ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ പോയേനെ. അതുകൊണ്ട് അങ്ങനെ വേണ്ടി വരുന്നത്. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.